പ്രകൃതിയിൽ എല്ലാം പരസ്പര ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെ? ഈ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റൊന്നുമായിട്ടുള്ള സഹകരണം നഷ്ടമാകുന്നത്. അപ്പോൾ ഈ സഹകരണം എന്ന മൂല്യം എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. Cooperation transforms individual strength into collective flourishing. സഹകരണം പൊതു ലക്ഷ്യത്തിനായി വ്യത്യസ്ത കഴിവുകളും വിഭവങ്ങളും ഏകോപിപ്പിക്കുന്ന ജീവിത രീതിയാണ്. പ്രകൃതിയിലും മനുഷ്യ സമൂഹത്തിലും നിലനിൽപ്പ് തന്നെ പരസ്പര ആശ്രയത്തിലും കൂട്ടായ പ്രവർത്തനത്തിലുമാണ്. വിശ്വാസം, ആശയവിനിമയം, ഉത്തരവാദിത്തം, പങ്കിടൽ എന്നിവ സഹകരണത്തിന്റെ അടിത്തറയാകുന്നു. ഒളിമ്പസ് ദർശനത്തിൽ വ്യക്തിയുടെ സവിശേഷ കഴിവുകൾ സമഗ്ര ജീവിതത്തിന് സംഭാവന ചെയ്യുമ്പോൾ സഹകരണം സഹജീവിതത്തിന്റെ പ്രവർത്തന രൂപമായി മാറുന്നു. ഏവർക്കും നമസ്കാരം. സുഭാഷിതത്തിലെ ഇന്നത്തെ വിഷയം സഹകരണം എന്നതാണ്. നമുക്കറിയാം, എല്ലാവരും സഹകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന്, അല്ലെ? അതായത് എല്ലാവരും ഒരുമിച്ച് ഒരു പൊതുവായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് വളർച്ച പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് വളരാനുള്ള ജീവന്റെ സ്വാഭാവിക ശക്തിയെയാണ് സഹകരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ച മൂല്യങ്ങളിലൂടെ, അതായത് പരസ്പര ബന്ധം, ആ പരസ്പര ബന്ധത്തെ കുറിച്ചുള്ള ബോധം, അതുപോലെ എല്ലാത്തിനും അനന്യമായിട്ടുള്ള ശേഷികളുണ്ട് പ്രകൃതിയിൽ. അതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് പ്രകൃതിയിലെ ജീവന്റെ വളർച്ച അല്ലെങ്കിൽ ജീവന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പൊതുവെ ഈ ഒരു മൂല്യത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ സഹകരണം എന്ന മൂല്യം നമ്മൾ പാലിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്, അല്ലെ? കാരണം നമ്മൾ ബോധപൂർവം മറ്റൊന്നിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത് എന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധമാണ് നമ്മളെ കൂടുതലായിട്ട് നയിക്കുന്നത്. അപ്പൊ എല്ലാത്തിനോടും സഹകരിക്കണം എന്നതിൽ നിന്നും നമ്മുടെ മാത്രം വളർച്ച, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മുടെ മാത്രം വിജയം, ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് സ്വന്തം ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് എല്ലാവരുടെയും വിജയം, അല്ലെങ്കിൽ എല്ലാവരുടെയും വിജയം അതിലാണ് നിലനിൽക്കുന്നത് എന്നൊരു അവസ്ഥയിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ ഒറ്റയ്ക്കുള്ള വിജയം എന്ന് പറയുന്നതിലും നമ്മൾ മുന്നേ മനസ്സിലാക്കി നമ്മളെല്ലാം മറ്റൊന്നിനെ ആശ്രയിച്ചാണ് അല്ലെങ്കിൽ മറ്റൊന്നുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നതിലും ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുടെ ചേർച്ചയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെയാണ് ഈ സഹകരണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായി വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ സഹകരണം എന്ന് പറയുന്നത്? പൊതുവായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സഹകരണം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് പരസ്പര കഴിവുകളുടേതായിട്ടുള്ള ഒരു ഏകോപനം. അപ്പോ ഓരോരുത്തർക്കും അനന്യമായിട്ടുള്ള കഴിവുകൾ, അനന്യമായിട്ടുള്ള ശേഷികൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? പക്ഷെ എല്ലാവരിലും എല്ലാ കഴിവുകളും പ്രകൃതി നൽകിയിട്ടില്ല. പ്രകൃതി എല്ലാം വിഭജിച്ചാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാം തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഒരു പ്രകൃതി എന്നുള്ളൊരു വ്യവസ്ഥ വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ മാത്രം എല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അവിടെ അതായത് ഏതൊരു കാര്യത്തിലും നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മുടെ ഒരു ഉദ്ദേശ്യം എന്താണ്, നമ്മുടെ ഒരു പങ്ക് എന്താണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്. ആ പങ്കിനെ നമുക്ക് പങ്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇതിനെ പരസ്പരം അംഗീകരിച്ച് അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഉള്ള ഒരു സാധ്യത, അത് എത്രത്തോളം എന്നത് നമ്മൾ കൂട്ടായി പ്രവർത്തിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സഹകരണം എന്ന മൂല്യത്തിലൂടെ നടക്കുന്നത്. അപ്പോൾ സഹകരണം എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം എല്ലാവർക്കും എല്ലാ ശേഷിയും ഇല്ല. അതുപോലെ തന്നെ ഈ വ്യത്യസ്ത കഴിവുകൾ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ മാത്രമേ സങ്കീർണമായിട്ടുള്ള പല
കാര്യങ്ങളും അവിടെ നമുക്ക് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ സുഗമമായിട്ട് ചെയ്ത് മുഴുവനാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വ്യക്തിയുടെ ഒരു ശേഷി എന്നതിന്റെ ഫലത്തേക്കാൾ കൂടുതലായിരിക്കും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സഹകരിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ എത്രയാണോ അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ സഹകരണം സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഈ സഹകരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി എല്ലായിടത്തും കാണാം. നമ്മൾ മനസ്സിലാക്കിയില്ലേ, പരസ്പരം എല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയെല്ലാം എല്ലാ ജീവികളും തമ്മിൽ പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ ശ്വസനം മുതൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ചിത്രശലഭങ്ങള് വരുന്നു, പൂക്കളിൽ നിന്ന് തേൻ എടുക്കുന്നു. അതിന് പകരമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നു, അവിടെ പരാഗണം എന്നുള്ളൊരു പ്രവർത്തനം. അപ്പൊ ഇത് അവർ ബോധപൂർവം ചെയ്യുന്നതല്ല, പക്ഷെ പ്രകൃതിയിൽ എല്ലാം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് മറ്റൊന്നിനു കൂടി പ്രയോജനകരമാകുന്ന വിധത്തിലാണ് അത് ഇവിടെ നടപ്പാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ പ്രകൃതിയിൽ സഹകരണം എന്നുള്ളത് നടക്കുന്നത്. അപ്പൊ ഇത് എല്ലായിടത്തും കാണാം. നമ്മള് ഭക്ഷ്യശൃംഖല പഠിക്കുന്ന സമയത്ത് ഒരു ജീവി മറ്റൊന്നിന് ഭക്ഷണമാകുന്നു അല്ലെ, അതുപോലെ ആ മറ്റൊരു ജീവി മറ്റൊരു ആവാസ വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്നു. അങ്ങനെ അപ്പൊ ഇവരുടെ സാന്നിധ്യവും ജീവിതവും എല്ലാം മറ്റൊന്നുമായിട്ട് സഹകരിച്ച് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് പ്രകൃതിയിലെ സഹകരണം എന്നുള്ള ഒരു മൂല്യം എങ്ങനെ ഭംഗിയായിട്ട് നടപ്പാകുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ജൈവ വൈവിധ്യം എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. ആ ജൈവ വൈവിധ്യം എന്നത് നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ സഹകരണം എന്ന മൂല്യത്തിലാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ സഹകരിച്ചു പോയെങ്കിൽ മാത്രമേ ആ കുടുംബമായിട്ട് അല്ലെങ്കിൽ ഇഴുകിച്ചേർന്ന് കുടുംബത്തിലെ എല്ലാവർക്കും ഇഴുകിച്ചേർന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ സമൂഹത്തില് ഓരോരുത്തരും ഓരോ വിഭാഗം ആണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരുടെയും താല്പര്യം ഒരുപോലെയല്ല, എല്ലാവരും തിരഞ്ഞെടുക്കുന്ന മേഖലകൾ, അഭിരുചി ഇതൊന്നും ഒരുപോലെയല്ല. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുള്ള താല്പര്യങ്ങളുള്ള മനുഷ്യർ അവരവരുടേതായ കഴിവുകൾക്കനുസരിച്ചുള്ള തൊഴിലുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷെ എല്ലാവരും ഏതെങ്കിലും ഒരു തരത്തില് സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എടുക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു. പക്ഷെ ഇവയെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഏകോപിച്ച് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ശരീരമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇപ്പൊ ഒരു തൊഴിൽ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്ത തരം ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ഒരു CEO ഉണ്ടാവും, അതുപോലെ മാനേജർ ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ കൃത്യമായി പ്രവർത്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഒരു തൊഴിൽ മേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തൊഴിലിടം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ മെച്ചമായ രീതിയിലുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സഹകരണം എന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഒരിക്കലും ഈ സഹകരണം എന്ന് പറയുന്നത് ഒരു മത്സരിക്കുന്നതിന്റെ വിപരീതമായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പൊ മത്സരം എല്ലായിടത്തും ഉണ്ടാവില്ലേ, പക്ഷെ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരവും ആവശ്യമാണ് എന്നുള്ളതാണ് വളർച്ചയ്ക്കായിട്ട്. അപ്പൊ ഈ ഒരു നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ പങ്ക് ഇത് മനസ്സിലാക്കി അതിന്റെ ഒരു സാധ്യമായിട്ടുള്ള പ്രവർത്തനം, അതിന്റെ സാധ്യത എത്രയാണോ അത്രയും അതിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് മത്സരത്തിലൂടെയൊക്കെ നടക്കുന്നത്. അപ്പൊ ആ അംഗീകാരം അല്ലെങ്കിൽ എല്ലാവരുടെയും കഴിവുകളെ അംഗീകരിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് സഹകരണത്തിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മറ്റൊരാൾ വിജയിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ പരാജയപ്പെടുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും ഇത് ഞാൻ വിജയിക്കുന്നു എന്ന് പറയുന്നത് എന്റെ മാത്രം വിജയമല്ല, ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ വ്യത്യസ്തമായ കഴിവുകളുടെ ഒരു പരസ്പര പൂരണമാണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അതുപോലെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലേക്ക്, നേട്ടത്തിലേക്കുള്ള എന്റെ വ്യക്തിപരമായിട്ടൊരു സംഭാവനയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ എന്റെ വിജയം എന്ന് പറയുന്നത് അതും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പരസ്പര വിശ്വാസം, അതുപോലെ എല്ലാവരും ചേർന്നുള്ള വ്യക്തമായിട്ടുള്ള ആശയവിനിമയം,
എല്ലാവർക്കും അവരവരുടേതായ പങ്കിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ബോധം, എല്ലാവരും ഈ ഉത്തരവാദിത്വത്തെ പങ്കിട്ട് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത, അതുപോലെ മറ്റുള്ളവരുടെ കഴിവിനോടുള്ള ബഹുമാനം, ഇതൊക്കെയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സഹകരണം എന്ന മൂല്യത്തിന്റെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പൊ ഇത് ഇല്ലാതെ വരുന്ന സമയത്ത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉത്തരവാദിത്തത്തെ പങ്കിടാതെ വരുന്ന സമയത്ത്, അതുപോലെ പരസ്പരം ബഹുമാനം നഷ്ടപ്പെടുന്ന സമയത്ത്, വിശ്വാസം ഇല്ലായ്മ വരുന്ന സമയത്ത്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ സഹകരണം നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അവിടെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം ഉണ്ടാകും, ഇവിടെ അവരവരുടെ കഴിവിനെ കുറിച്ചുള്ള ഒരു അഹങ്കാരം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ സഹകരണം എന്നുള്ള ഒരു മൂല്യം നടപ്പാകാതെ പോകുന്നു. അവിടെ ആ കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് തകരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് പൊതുവായ ഒരു ലക്ഷ്യമോ അതിന്റെ ഒരു നേട്ടമോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സഹകരണം എന്നത് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വരുന്നത്. ഒളിമ്പസിന്റെ പാഠങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്നതും ഈ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൂട്ടായ ജീവിതം, അതുപോലെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം, ഇങ്ങനെയെല്ലാം പറയുന്നതിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ സഹകരണമാണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആധാരമാക്കുന്നത് ജീവന്റെ പരസ്പര ആശ്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ്. അതായത് പ്രകൃതിയെ നിലനിർത്തുന്ന ആ ഒരു വ്യവസ്ഥയുടെ നിയമത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത് എന്നുള്ളതാണ്. അവിടെ ഓരോ സത്തയ്ക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും ശേഷികളുമാണ് ഉള്ളത്. ആ കഴിവുകളും ശേഷികളും അതിലൂടെയാണ് ആ സത്ത അല്ലെങ്കിൽ ഓരോ സത്തയും ചുറ്റുപാടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെയും സംഭാവന എന്ന് പറയുന്നതിന്റെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് പ്രകൃതിയിൽ ഇത് മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം സഹകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ പാരസ്പര്യം എന്നത് തന്നെയാണ്. അപ്പോൾ വ്യക്തിയുടെ കഴിവ് ആണ് പ്രകൃതിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കഴിവിനനുസരിച്ചുള്ള സംഭാവന. അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ വേർതിരിവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരസ്പര ബന്ധബോധം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു ആവശ്യം മനസ്സിലാകുന്നു. അതിൽ നിന്നും നമുക്ക് പരസ്പര വിശ്വാസം, അതുപോലെ പങ്കിടാനുള്ള ഒരു സന്നദ്ധത, എല്ലാം തമ്മിൽ ചേർത്ത് കൊണ്ടുപോകേണ്ടതിന്റെ ഒരു ആവശ്യകത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് ഈ സഹകരണം എന്നുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വേർതിരിവിൽ നിന്നും ബന്ധബോധത്തിൽ നിന്നും സ്വന്തം പങ്ക് അല്ലെങ്കിൽ സ്വന്തം ഒരു റോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് മത്സരം എന്നതിനപ്പുറം സ്വന്തം ഉത്തരവാദിത്തം അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ചു പോകേണ്ടതിന്റെ ഒരു ആവശ്യകതയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ശേഷിയിൽ നിന്നും അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ശേഷിയിൽ നിന്നും കൂട്ടായിട്ടുള്ള ഒരു ശേഷിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ സഹകരണം എന്ന് പറയുന്നത് നമ്മളെ സഹജീവനത്തിന് പ്രാപ്തമാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാം തമ്മിൽ സഹകരിച്ചു പോകേണ്ടതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കി അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോയി വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ച എന്നതിൽ നിന്നും സാമൂഹ്യമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്തരത്തിൽ ഒരു വളരെ മെച്ചമായിട്ടുള്ള ഒരു സഹജീവിതം എല്ലാവർക്കും സാധ്യമാകട്ടെ, പ്രാപ്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.